ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയില് ഞാൻ ചർച്ചയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഇന്നിവിടെ വൈകിട്ട് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് കർത്താവിന്റെ മാറാത്ത കരം നമ്മളെ വിടുവിക്കുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന കർത്താവിന്റെ കരം നമ്മുടെ കൂടെ. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന ബോധ്യത്തോടെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ 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 ഉത്സാഹമുള്ളവരാക്കും. കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതൊന്നും നമുക്ക് മടുപ്പ് വരത്തില്ല, അല്ലെ? നമ്മൾ ചിന്തിക്കുകയില്ല, ഇനി ഒരു 5 പേരുടെ കൂടെ ഇന്ന് സുവിശേഷം പറഞ്ഞിരുന്നെങ്കിൽ, കുറച്ചുകൂടെ കർത്താവിന് വേണ്ടി ചെയ്തിരുന്നെങ്കിൽ. ഇന്ന് പ്രാർത്ഥിക്കുന്നവരെ പിശാചിന് പേടിയില്ല എന്ന് ഞാൻ പറയത്തില്ല. പേടി കാണും. ബൈബിള് വായിക്കുന്നവരെ പിശാചിന് പേടി കാണത്തില്ല ഞാൻ പറയത്തില്ല. കാണുമായിരിക്കും, എനിക്ക് വലിയ ഉറപ്പില്ല. പക്ഷെ സുവിശേഷത്തിന് വേണ്ടി ഒരാൾ നിൽക്കുമ്പോ, ക്രിസ്തുവിന്റെ നാമം ധരിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുമ്പോ പിശാചിന് ബഹളമാണ്. അവനത് പക്ഷെ അവനറിയാം, അല്ലെ? ഒരിക്കലും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, നമുക്ക് ഈ കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളികൾ വന്നേക്കാം, ശാരീരികമായി ചിലപ്പോൾ ചെറിയ ക്ഷീണം പോലൊക്കെ തോന്നിയേക്കാം, നമ്മള് ശുശ്രൂഷയില അല്ലെങ്കിൽ നിങ്ങൾ കർത്താവിനോട് ചെയ്യുന്നതിന്റെ ഉദ്ദേശിക്കുന്ന പോലെ അതിന്റെ ഫ്രൂട്ട് കിട്ടിയില്ലെന്ന് പറയും. ചിലപ്പോൾ നിങ്ങൾ ഒരു 1000 പേരുടെ സുവിശേഷം പറഞ്ഞ് 100 പേരുടെ സുവിശേഷം പറഞ്ഞ് അതില് 100 പേരുടെ സുവിശേഷം പറഞ്ഞ് 95 പേരും ചിലപ്പോൾ നിങ്ങളുടെ വാക്ക്, നിങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന് ഒരു പക്ഷേ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്ന് വരാം. പക്ഷെ നിങ്ങൾ വിതച്ച വചനം ഒരു ദിവസം അതിന്റെ ഫലം കാണും. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങള് വേലയിൽ മടുക്കരുത്. കാരണം ഇത് കർത്താവിന് വേണ്ടി ഇന്ന് ഒരു കാര്യം അറിയാം, ഇന്ന് സുവിശേഷത്തിന് വേണ്ടി എത്രയോ പേര് മരിക്കാൻ പോലും തയ്യാറായിട്ട് നടക്കും. അത്രത്തോളം വിലയേറിയതാണ് ഈ ഗോസ്പൽ, അത്രത്തോളം വിലയേറിയതാണ് ഗോസ്പൽ. ആ സുവിശേഷം നമ്മളെ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുക മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട്, കുടുംബങ്ങളിലേക്ക്. കാരണം അനേക കുഞ്ഞുങ്ങൾ ഇന്ന് വഴിതെറ്റി പോവുക. എന്തുകൊണ്ടാണ്? ഒറ്റ കാരണമുള്ളൂ, സുവിശേഷം അവരുടെ ചെവിയിൽ എത്താത്തതുകൊണ്ട്. അവര് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. ഞാനൊരു കാര്യം പറയാം, ഞാനും എന്റെ സാക്ഷ്യങ്ങൾ പറയാറുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ സാക്ഷികൾ പറയുമ്പോ ഞാനാണിത് എന്തെങ്കിലും ചെയ്തത് എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൽ എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് എനിക്ക് എൻ്റെ ലൈഫ് ഫ്രീ ആയി. അപ്പൊ നമ്മുടെ ജീവിതത്തില് ആ ക്രിസ്തുവിന് വേണ്ടി നിൽക്കാനായിട്ടുള്ള എരിവില്ല ഒരിക്കലും. അത് നമ്മുടെ അതിന്റെ റിസൾട്ട് ഒന്നും കണ്ടുവച്ച് നമ്മൾ മടുക്കരുത്. നമ്മൾ ഗോസ്പൽ പറഞ്ഞ അത് വേണ്ട പോലെ അതിന് നീക്കം ഉണ്ടായില്ല, ആളുകൾ അതിനെ അംഗീകരിച്ചില്ല, അതിന്റെ റിസൾട്ട് ഞാൻ കണ്ടില്ല. നമ്മൾ ചെയ്യുന്നതൊക്കെയും കർത്താവിന് എന്നവണ്ണാണ് ചെയ്യും. നമ്മൾ കർത്താവിന് വേണ്ടിയിട്ടല്ലേ ചെയ്തത്. അതിനെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്, അതിന് ഫലം തരുന്നൊരു കർത്താവുണ്ട്, അതിന് വിജയം തരുന്നൊരു കർത്താവുണ്ട്, അതിനകത്ത് അത്ഭുതകരമായി നമ്മളെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. ഒരിക്കലും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും റിസൾട്ട് നോക്കിയിട്ട് നമ്മള് വേറെയിൽ മടുക്കരുത്. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ ഒരിക്കലും നമ്മുടെ അകത്തൊരു മടുപ്പ് തോന്നാൻ പാടില്ല. നമ്മൾ കുതിച്ചുകൊണ്ടേയിരിക്കണം മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. നിങ്ങൾ ഇന്നലത്തെക്കാളും ഇന്ന് കൂടുതൽ കർത്താവിന് വേണ്ടി ഓടാനായിട്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു വണ്ടി കാണത്തില്ല വേഗം പോകാനും വരാനും ഒക്കെ. പക്ഷെ നിങ്ങൾ നടക്കാൻ പറ്റുന്നിടത്തോളം നടക്കാം. സുവിശേഷം പറയാനായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രാപ്തി കാണത്തില്ല, നിങ്ങൾക്ക് അതിൽ എഡ്യൂക്കേഷൻ കാണത്തില്ല, പക്ഷെ സാധിക്കുന്ന പോലെ പറയുക. അപ്പൊ നിങ്ങളുടെ ശാരീരികമായോ സാമ്പത്തികമായോ സാഹചര്യം ഒരുപക്ഷെ അനുവദിക്കുന്നില്ല എങ്കിലും ഒരു നാളും ഒരു കാരണവശാൽ പറയുന്നത് നിർത്തരുത്. സുവിശേഷം പറയുന്നതിനെ ഒരു വിധത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്, അതിനകത്ത് മടുപ്പ് വരരുത്. അത് നിങ്ങളുടെ ഉള്ളില് എല്ലാ ദിവസവും അതിനെക്കുറിച്ചുള്ള ഉത്സാഹം നിങ്ങളിൽ ഇങ്ങനെ വർദ്ധിച്ചു 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 വന്നുകൊണ്ടിരിക്കണം. ഞാൻ നിങ്ങളോട് പറയാൻ പറ്റും, എനിക്ക്
എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ മറ്റുള്ളവരുടെ സുവിശേഷം പറയുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോഴാണെങ്കിലും അതിനുശേഷം തിരുവനന്തപുരത്ത് നിന്ന സമയത്താണെങ്കിലും ഞാൻ എയർപോർട്ടിലേക്ക് എറണാകുളത്തേക്ക് വന്ന വഴിയാണെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാണെങ്കിലും സുവിശേഷം പറയാനായിട്ട്, യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനായിട്ട് കർത്താവ് നൽകിയ അവസരത്തിൽ എനിക്ക് എത്ര സന്തോഷം എന്നറിയും. കാരണം വചനം ഇങ്ങനെ പറഞ്ഞത്, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നമ്മുടെ അകത്ത്, പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ, നിങ്ങളുടെ അകത്ത് കർത്താവ് തന്നിരിക്കുന്നത് അത് ഒരു കാരണവശാലും, ഞാൻ വീണ്ടും വീണ്ടും പറയുക, ആളുകളുടെ പ്രതികരണം നോക്കരുത്. ഞാനിപ്പോഴും മൂവാറ്റുപുഴയിൽ ഞാൻ ഓർക്കുന്നുണ്ട്, മൂവാറ്റുപുഴയിൽ ഞാൻ കുപ്പായിട്ടുകൊണ്ട് ഞാൻ ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പോയി. ഞങ്ങള് കോളേജില്, നിർമ്മല കോളേജ്, ആ കോളേജിൽ എനിക്ക് തോന്നുന്നു 10,000-3,000 കുട്ടികൾ പഠിക്കുന്ന അന്ന്. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ ഈ വലിയ ബോക്സ് കണക്കിന് ട്രാക്ട് കൊണ്ടുവരിക്കുന്നത്, ട്രാക്സ്. അപ്പൊ ഈ ട്രാക്റ്റുകൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ കുറെ ആളുകളുണ്ട്. ഇപ്പൊ വൈകുന്നേരം ഈ 4 മണി സമയത്ത് ഈ സ്കൂളൊക്കെ വിടുന്നത് കൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങള് നാട്ടിലൊക്കെ താമസിക്കുന്നതൊക്കെ അറിയാം. ഇപ്പൊ പക്ഷേ ഈ സ്കൂൾ ബസ്സും ബഹളമൊക്കെ ആയതുകൊണ്ട് ഒരു പരിധിവരെ ബസ്സില്, ഈ പബ്ലിക് ബസ്സില് എനിക്കറിയില്ല എത്രത്തോളം തിരക്ക് കാണുമെന്ന്. പക്ഷെ അന്ന് ഞാൻ അവിടെ ആയിരുന്നപ്പോ ഭയങ്കര തിരക്കാണ് അവിടെ. അപ്പൊ ഞങ്ങൾ അവിടെ പോയി അവർക്ക് ഈ ട്രാക്ട് കൊടുത്തു. അപ്പൊ ചിലര് വലിച്ചു കീറി ഇങ്ങോട്ടിട്ടു, ചിലർ ഒരുമിച്ച് കളിയാക്കി ചിരിച്ചു. അപ്പൊ കളിയാക്കി ചിരിച്ചപ്പോ എന്റെ മനസ്സില് വല്ലാത്തൊരു ഭാരം തോന്നി. എന്താ വെച്ചാൽ ഞാൻ ഈ കുപ്പായ ഇട്ടോണ്ടാ അത് കളിയാക്കിയെന്ന് പറഞ്ഞാൽ കുറെ പേര് ഒരുമിച്ച്, ഒരു കൂട്ട സംഘം ഒരുമിച്ച്. അതൊരു നാണക്കേട് പോലെ ആയിരുന്നു. കാരണം അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, റോഡിന്റെ സൈഡിലായിട്ട് ഉള്ളൊരു ബസ് സ്റ്റോപ്പിലായിരുന്നു അത് ഞങ്ങൾ കൊടുത്തത്. അപ്പൊ ഞങ്ങൾ പെരുമ്പാവൂര്, മൂവാറ്റുപുഴ, കോതമംഗലം, തൊടുപുഴ, അങ്ങനെ ഈ പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ പോവായിരുന്നു. കോട്ടയം, ഇങ്ങനെ ഓരോ ബസ് സ്റ്റോപ്പുകളിൽ പോയി നിന്നിട്ട് ഇങ്ങനെ ട്രാക്റ്റുകൾ കൊടുക്കും. അപ്പം നല്ല ആൾക്കൂട്ടം ഉള്ളതുകൊണ്ട് നമുക്ക് പരമാവധി റീച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അന്ന് ഈ സ്ട്രീറ്റിൽ നിന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ ആളുകൾ കൂവിയിട്ടുണ്ട്, കളിയാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്റെ ഓർമ്മയിലില്ല കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ കൂവിയതൊക്കെ. പക്ഷെ അതൊന്നും അകത്തൊരു ഇതുണ്ടാക്കിയില്ല, സന്തോഷം കൂട്ടിയതല്ലാതെ കുറച്ച്. ഞാൻ അന്നിങ്ങനെ ആളുകൾ, മൂവാറ്റുപുഴ വെച്ച ആളുകൾ ഇങ്ങനെ കളിയാക്കി ചിരിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് എനിക്കൊരു മടുപ്പല്ല, ഒരു ചമ്മൽ തോന്നി. കാരണം വലിയ ക്രൗഡ്, കുറെ ആളുകൾ ഒരുമിച്ച് നിന്ന് ഞാനും കുപ്പായ ഇട്ടൊക്കെ പോയപ്പോഴേ ഒരു പ്രയാസം തോന്നി. പക്ഷെ പെട്ടെന്ന് എന്റെ അകത്തൊരു ശബ്ദം നിന്നും പറയാനുള്ള പ്രാഗൽഭ്യം എനിക്കില്ല. പക്ഷെ എന്റെ ഉള്ളിൽ ഒരു തോന്നൽ വന്നു, മോനെ, ഇവര് നിന്നെ കളിയാക്കിയാ ചിരിക്കുന്നത്, പക്ഷെ സ്വർഗത്തിൽ ഒരുവൻ ഇരുന്ന് ചിരിക്കുന്നുണ്ട് നിന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്. നീ ചെയ്യുന്നത് കണ്ട് സന്തോഷത്തോടെ ചിരിക്കുന്നവനുണ്ട്. നിന്നെ പരിഹസിച്ച് ചിരിക്കുന്നവർ കാണും, പക്ഷെ നിന്നെ സന്തോഷത്തോടെ, നീ ചെയ്യുന്നതിനെ കണ്ട് സന്തോഷത്തോടെ ചിരിക്കുന്നവരുണ്ട്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ പറ്റും. എനിക്ക് എന്റെ ആത്മീക വളർച്ചയുടെ ഒരു ഘട്ടത്തിലും ഒരു പ്രോപ്പറായിട്ട് ഒരു ഗൈഡോ ഒരു എൻകറേജ്മെന്റോ ഒരു സപ്പോർട്ടോ ഉണ്ടായിട്ടില്ല. എന്നാൽ നിരുത്സാഹം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, എനിക്ക് നിങ്ങളോട് വളരെ ഇതായിട്ട് പറയാൻ പറ്റും, ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അന്ന് ഞാൻ എത്രത്തോളം ആ ലജ്ജയെ വകവെക്കാതെ കർത്താവിന് വേണ്ടി നിന്നു. ഇനി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ നിങ്ങളൊരു കാര്യം എനിക്ക് തീർത്തു പറയാൻ പറ്റും. ഞാൻ പറയാം, നിങ്ങൾ വേല ചെയ്തിട്ട് ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ എന്തോ സംതിങ് ചെയ്തെന്ന്. ഇല്ല, നിങ്ങൾ എത്ര ചെയ്താലും ചിന്തിച്ചോണമില്ല, കർത്താവ് എന്നെ ഏൽപ്പിച്ചതാ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കഴിവ് ദൈവകൃപയാണ്. ഇന്നെനിക്ക് വളരെ ധൈര്യത്തോടെ പറയാൻ സാധിക്കും, ഇന്ന് എന്റെ ജീവിതാവസ്ഥ നോക്കിയാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവിന്റെ വേല ആരംഭിച്ച്, സീറോയിൽ നിന്ന് കർത്താവിന്റെ വേല ആരംഭിച്ചു. സീറോ എന്ന് പറയാൻ പറ്റത്തില്ല, മൈനസ് എന്ന് വേണം പറയാനായിട്ട്. ബട്ട് ഗോഡ് ബ്ലെസ് മീ വിത്ത് എവറി ബ്ലെസ്സിങ്സ്. എല്ലാ അനുഗ്രഹത്താലും കർത്താവ് ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ, അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ, സകല മേഖലകളിലും കർത്താവ് എന്നെ അനുഗ്രഹിച്ചാണ് നിർത്തിയിരിക്കുന്നത്.
ഇവിടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, സുവിശേഷം പറയാനായിട്ട് ലഭിക്കുന്ന ഓരോ അവസരവും നിങ്ങൾ പാഴാക്കരുത്. കർത്താവിന്റെ എന്തെങ്കിലും ചെയ്യാൻ ലഭിക്കുന്ന ഓരോ അവസരവും നിങ്ങൾ പാഴാക്കരുത്. രാത്രിയിൽ ആ ഒരു ചിന്തയോടുകൂടെ നമുക്ക് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ ആരംഭിക്കാം. നമുക്ക് വായിക്കാം റോമാലേഖനം അതിന്റെ 10-ാം അധ്യായം 8-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 8. റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 8. Romans chapter 10 verse 8. இந்த வார்த்தை உனக்கு சமீபமாய் உன் வாயிலும் உன் இருதயத்திலும் இருக்கிறது என்றும் சொல்லுகிறது. இந்த வார்த்தை நாங்கள் பிரசங்கிக்கிற വിശ്വാസത്തിൻ വാർത്തയെ. എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. ഇവിടെ വചനത്തിൽ പറയുന്നത് അതെ, വചനം നിനക്ക് സമീപമായും നിന്റെ ഹൃദയത്തിലും നിന്റെ വായിലും ഇരിക്കുന്നു. നമുക്കറിയാം ദൈവത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ആർക്കും അടുത്തു പോകാൻ പറ്റത്തില്ല. അങ്ങനെ അടുക്കാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ ദൈവം. വളരെ ദൂരെയാ, നമുക്കങ്ങ് അടുത്തു പോകാൻ പറ്റത്തില്ല. അപ്പൊ അടുക്കാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവം, അങ്ങനെ ഒരു ദൈവമുണ്ട്. എന്നാൽ ദൈവം അടുക്കാൻ കഴിയാത്തവനാണെങ്കിൽ ഇവിടെ ദൈവവചനത്തെ കുറിച്ച് പറയുന്നു, ദൈവം വചനം നിനക്ക് സമീപമായും നിന്റെ ഹൃദയത്തിലും നിന്റെ വായിലും ഇരിക്കുന്നു. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഫോൺ ഉണ്ടല്ലോ. അപ്പൊ ഈ ഫോൺ നമ്മുടെ കയ്യിൽ ഫോൺ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫോണിൽ കൂടെ നമ്മൾ ഒരാളോട് മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ എങ്ങനെയാ മെസ്സേജ് പാസ് ചെയ്യുന്നത്? ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ അടുത്തല്ല നിൽക്കുന്നത്, ദൂരെയാ. പക്ഷെ ആ ഫോണിൽ കൂടെ എന്റെ വചനത്തെ അയാളുടെ അടുക്കലെത്തിക്കാൻ പറ്റും, എന്റെ വേർഡിനെ അയാളുടെ അടുക്കലെത്തിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ശരീരം കൊണ്ട് അവിടെ എത്താൻ പറ്റത്തില്ല, പക്ഷെ എന്റെ വചനം കൊണ്ട് അവിടെ എത്താൻ പറ്റും. ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളിൽ നിന്ന് ഒരു 10 മീറ്റർ അകലെ ഒരാൾ നിൽക്കുകയെന്നിരിക്കട്ടെ. അയാളെ നിങ്ങൾക്ക് തൊടാൻ പറ്റുമോ? ഇല്ല, തൊടാൻ പറ്റത്തില്ല. ആ വ്യക്തിക്ക് നിങ്ങളെ തൊടാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ ആ വ്യക്തിക്ക് ആ 15 മീറ്റർ ദൂരെ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹം ദൂരെയാണ് നിൽക്കുന്നത്, പക്ഷെ അദ്ദേഹത്തിന്റെ വചനം നിങ്ങളുടെ സമീപമായി. അപ്പൊ ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. കാരണം ഞാൻ പാപിയാണ്, ഞാൻ യോഗ്യതയില്ലാത്തവനാ, എന്റെ ഹൃദയം പ്യൂർ അല്ല. But my God's words can approach me and touch me and build me and create me and mold me. വചനം എനിക്ക് സമീപം. വചനം എനിക്ക് സമീപം. ദൈവം ദൂരിരിക്കുക, പക്ഷെ വേർഡ് ഈസ് നിയർ ഓഫ് മീ ആൻഡ് ഇൻ മൈ ഹാർട്ട് ആൻഡ് ഇൻ മൈ ടങ്. അതെന്റെ ഹൃദയത്തിലും എന്റെ വായിലും ഇരിക്കുക, എന്റെ ഹൃദയത്തിലും എന്റെ വായിലും ഇരിക്കുക, അതെന്റെ ഹൃദയത്തിലും എന്റെ വായിലും ഇരിക്കുക. പ്രൈസ് ഗാഡ്. ഇവിടെ ഒരു വചനം, ദൈവവചനം, അത് നമ്മുടെ ഹൃദയത്തിൽ പരിവർത്തനം വരുത്തുന്നതായി, നമ്മുടെ അകത്ത് ആമേൻ ഹല്ലേലൂയ വലിയ മാറ്റത്തെ കൊണ്ടുവരുന്നതായി വചനം എന്റെ അകത്തിരിക്കുക. The word of God is in me. അതിന്റെ സമീപമായിട്ട് ഈ വചനം എന്റെ സമീപമായിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ എനിക്ക് അതിന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. ഓഡിയബിളായി എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കുക, എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷേ ഞാൻ ഒരു ഭിത്തിയുടെ മറവിൽ നിന്നുകൊണ്ട് സംസാരിച്ചാൽ എന്റെ ശബ്ദം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെയായിരുന്നു ദൈവത്തെ അവർക്ക് ആർക്കും തിരിച്ചറിവില്ല. എന്താ കാര്യം എന്നറിയാമോ?
അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്തത്, ഒരു വശത്ത് അവർ കേട്ടത് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, ഒരു വശത്ത് കേട്ടത് അവൻ കൃപ നൽകുന്നവന്, ഒരു വശത്ത് അവർ കേട്ടു അവൻ ശിക്ഷിക്കുന്നവനാണ്, ഒരു വശത്ത് അവർ കേട്ടു പിതാവാണ്, ഒരു വശത്ത് അവന് കേട്ടു യഹോവ ഷമ്മയാണ്, ഒരു വശത്ത് അവർ കേട്ടു അവരുടെ കൂടെ നടക്കത്തില്ലാത്ത ദൈവം, ഒരു വശത്ത് കേട്ടു അവൻ സമാധാനം ആയിട്ട് എന്റെ കൂടെ ഉണ്ട്, ഒരു വശത്ത് അവർ കേട്ടു അവൻ എന്നെ സൗഖ്യമാക്കുന്നവനാ, ഒരു വശത്ത് അവർ കേട്ടു അവൻ നമ്മെ ദണ്ഡിപ്പിക്കുന്നവനാ. അപ്പൊ ഇവർക്ക് എന്തില്ല? ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ അല്ല. ഒരു വശത്ത് കേട്ടു ദണ്ഡിപ്പിക്കുന്നവൻ, അടിക്കുന്ന ദൈവം, ഒരു വശത്ത് കേട്ടു യഹോവ റാഫ സൗഖ്യമാക്കുന്നവൻ, അവർ ഒരു വശത്ത് കേട്ടു യഹോവ ഷാലോം സമാധാനത്തിന് ദൈവം, ഒരു വശത്ത് കേട്ടു ചിതറിക്കുന്ന ദൈവം. അപ്പൊ അവർക്ക് എന്തില്ല? ഒരു ക്ലാരിറ്റി ഇല്ല, ഹു ഈസ് ഗോഡ്. അപ്പൊ അങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്ത, ഒരു വ്യക്തത ഇല്ലാതിരിക്കുന്ന ദൈവിക അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് ക്രിസ്തുവിനോട് ക്ലാരിറ്റി വരികയാണ്. എന്താണെന്നറിയോ? അവൻ സ്നേഹിക്കുന്ന ദൈവമാ, സ്വന്തം പുത്രനെ പോലും ആദരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നവനാ, നിങ്ങളെ നീതീകരിക്കുന്നവനാ, നിങ്ങളെ കഴുകുന്നവനാ. അപ്പൊ ആ സ്നേഹം അടുത്തു വന്നപ്പോ, ആ വചനം അടുത്തു വന്നപ്പോൾ, വചനം പറയുന്നത് ആ വചനം നിന്റെ സമീപം എത്തിയപ്പോ നിനക്കൊരു ഗുണമുണ്ടായി, അത് നിന്റെ ഹൃദയത്തിലേക്ക് വരാൻ അത് കാരണമായി മാറി. മുമ്പ് എന്തില്ല? കൽപ്പലകയിലായിരുന്നു വചനം, പക്ഷെ ആ സമീപം എത്തിയപ്പോ നിന്റെ അകത്തു വരാനിടയായി. ഈ അകത്തു വന്നപ്പോ ഉണ്ടായ ഗുണം എന്താണെന്നറിയാം? നമുക്ക് ഒരു സങ്കീർത്തനം വായിക്കാം, വളരെ പ്രസിദ്ധമായ ഒരു സങ്കീർത്തനമാണ്, പക്ഷെ അതിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ചിന്തിക്കാൻ പോവാം. വായിക്കാം, അതിന്റെ 5-ാം വാക്യം, സങ്കീർത്തനം 23:5. Psalms 23 verse 5. என் சத்துருக்களுக்கு முன்பாக நீர் எனக்கு ஒரு பந்தியை ஆயத்தப்படுத்தி என் தலையை எண்ணெயால் அபிஷேகம் பண்ணுகிறீர், என் பாத்திரம் நிரம்பி வழிகிறது. എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. ഈ വാക്യം വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്താണെന്നറിയാവോ? ശത്രുവിന്റെ മുമ്പിൽ നമ്മളെ അങ്ങ് ഉയർത്തിയിട്ട് ശത്രുവിനെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ദൈവം. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരം എന്താണെന്നറിയോ? സ്നേഹിക്കുക എന്നുള്ളതാണ്. ശത്രുവിന് മുമ്പിൽ മേശ ഒരുക്കി, നിങ്ങൾ നല്ലപോലെ ഈ വചനം മൊത്തത്തിൽ ഒന്ന് കേൾക്കണേ, ശ്രദ്ധയുള്ളവരായിട്ട് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളെ ശത്രുവിന് മുമ്പിൽ ഇരുന്ന് ഒരു നേരം പൊറോട്ടയും ബീഫും കഴിച്ചതുകൊണ്ട് എന്താ പ്രയോജനം? വിരുന്നൊരുക്കി ഒരു നേരം ഭക്ഷണം കഴിച്ചു, എന്താ പ്രയോജനം? വിരുന്നൊരുക്കിയ എന്താ വലിയ കാര്യമായിട്ട് പറയുന്നത്? നമ്മൾ പലപ്പോഴും നമ്മളെ പ്രയാസപ്പെടുന്നവർക്ക് മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? അതെല്ലാരും കഴിക്കുന്നില്ലേ? ഇല്ലേ? നമ്മള് ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ ചിലരുടെ ജീവിതത്തിൽ അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് മുമ്പ് ഇരുന്ന് അവർ ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് പോകും. അപ്പം ഉടനെ സങ്കീർത്തനം 23 നിറവേറുന്നാണ് പറയുന്നത്. ശത്രുക്കളുടെ മുമ്പിൽ എനിക്ക് മേശ ഒരുക്കി. ഞാൻ ഇന്ന് കല്യാണത്തിന് പോയപ്പോ എനിക്ക് പാര വെച്ച അയാൾ അവിടെ ഉണ്ടായിരുന്നു, അയാളുടെ ഓപ്പോസിറ്റ് ഞാൻ ഇരുന്ന് ഭക്ഷണം കഴിച്ചത്. കർത്താവ് അയാളുടെ മുമ്പിൽ എനിക്ക് മേശ ഒരുക്കി. നമ്മൾ പലപ്പോഴും നമ്മുടെ അകത്തുള്ള നമ്മുടെ അറിവുകൾ പരിമിതമാണ്. നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് അവരുടെ മുമ്പിൽ വലുതാൾ കാണിക്കണം എന്നുള്ള ആ അഗ്രഹത്തില് അവിടെ മുമ്പിൽ എന്തൊക്കെയോ നമ്മൾ കാണിച്ചു കൂട്ടാനുള്ള വെപ്രാളത്തിലാണ് നമ്മൾ. ഞാൻ പറയട്ടെ, ശത്രുവിന് മുമ്പിൽ ദൈവം നമുക്കൊരുക്കുന്ന മേശ എന്താണെന്നറിയോ? നിങ്ങൾ മിണ്ടാതിരുന്ന ഞാനും ഇങ്ങനെ മിണ്ടാതിരിക്കും. ദൈവം തന്റെ ശത്രുക്കളുടെ മുമ്പിൽ ഒരുക്കുന്ന മേശ എന്താണെന്നറിയോ? അതായത് റോമാലേഖനം 14:17 പറയുകയാണ്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷം. ഞാൻ പറയട്ടെ, ശത്രുവിന് മുമ്പിൽ ദൈവം ഒരുക്കുന്ന ഏറ്റവും വലിയ മേശ എന്താണെന്നറിയോ? ആ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം തന്ന് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പകരമായി ആ ശത്രുവിന്റെ
വാഴ്ചയുടെയും വെല്ലുവിളികളുടെ മുമ്പില് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വലിയ സമാധാനത്തെ തരുന്നവനാ. അതാണ് ദൈവം തരുന്ന ഏറ്റവും വലിയ വിരുന്ന്. അത് മനസ്സിലാക്കണമെങ്കിൽ 3-ാമത്തെ വാക്യം വായിക്കണം. വേഴ്സ് 3. அவர் என் ஆத்துமாவை தேற்றி தம்முடைய நாமத்து நிமித்தம் என்னை நீதியின் பாதையில் நடத்துகிறார். എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. അത് അവരെന്നെ തകർക്കാനായിട്ട്, എന്റെ ജീവിതത്തെ, എന്റെ ഭാവിയെ, എന്റെ അനുഗ്രഹത്തെ, എന്റെ തലമുറകളെ, എന്റെ ആരോഗ്യത്തെ, എന്റെ ജോലിയെ, എന്റെ ബിസിനസിനെ, എന്റെ കുടുംബ ജീവിതത്തെ, എന്റെ നല്ല പേരിനെ, ഇതിനെ തകർക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോ ഹല്ലേലൂയ, ദൈവം ഒരു കാര്യം ചെയ്യും, എന്റെ പ്രാണനെ തണുപ്പിക്കും. എന്റെ പ്രാണനെ തണുപ്പിക്കും. ഞാന് ഈ വചനം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോ രാത്രി നിങ്ങളുടെ അനേകരുടെ ഹൃദയങ്ങളിൽ നിന്ന് മഞ്ഞുരുകുന്ന പോലെ നിങ്ങളുടെ അകത്തുനിന്ന് ചില ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ഇന്ന് നിങ്ങൾക്ക് വിരോധമായി പറയുന്നവർ, എഴുന്നേൽക്കുന്നവർ, അവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് ദൈവം തരുന്ന ഏറ്റവും വലിയ അടയാളം എന്താണെന്നറിയാമോ? നിങ്ങളുടെ അകത്ത് നിറയ്ക്കുന്ന ആത്മാവിലെ സന്തോഷം. നിങ്ങളുടെ അകത്തുണ്ടാകുന്ന വലിയ ശാന്തത. ഇവിടെ ഞാൻ പറയട്ടെ, അവരൊരു പക്ഷെ ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ തല ഉയർത്തിയതുപോലെ നിങ്ങൾ കണ്ടേക്കാം. അവർ നിങ്ങളുടെ മുമ്പിൽ ഒരു പക്ഷെ ജയിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. അവർ നിങ്ങളെ താറടിച്ചതുപോലെ തോന്നിയേക്കാം. നിങ്ങൾ കേട്ടേക്കാം, നിങ്ങളെ കുറിച്ച് അവിടെ ഇവിടെ അപവാദം പറഞ്ഞു നടന്നു നിങ്ങൾ കേട്ടേക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഇറിറ്റേറ്റഡ് ആയതുകൊണ്ടോ, നിങ്ങൾ കുറെ തിരിച്ചു പറഞ്ഞതുകൊണ്ടോ, പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് നിങ്ങളുടെ മനസ്സിന് സമാധാനം നഷ്ടപ്പെടുന്നതല്ലാതെ നിങ്ങൾക്ക് അവിടെ ജയം ഉണ്ടാകത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ആ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു വലിയ സ്വസ്ഥത നിങ്ങളുടെ അകത്ത് വാഴുന്നെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഹല്ലേലൂയ, നിങ്ങളുടെ ഉയർച്ച ആരംഭിച്ചിരിക്കുക. നിങ്ങൾ ഉയർച്ച ആരംഭിച്ചിരിക്കുക. ശത്രുവിന്റെ മുമ്പിൽ ദൈവം ഒരുക്കുന്ന മേശയെന്ന് പറയുന്നത് അവരുടെ മുമ്പില് അവരുടെ മുമ്പിൽ നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ കല്യാണത്തിന് പോയപ്പോ അവരെന്നെ ഫ്രണ്ടിൽ വിളിച്ചുകൊണ്ടിരുത്തി. അവരുടെ മുമ്പിൽ അന്ന് അവരെന്നെ എല്ലാവരും എന്റെ ശത്രുക്കളാ. അവരുടെ മുമ്പിൽ നമുക്ക് സാക്ഷ്യങ്ങൾ പറയുന്നത് വേറെ കേട്ടോ, ഞാൻ ആ അർത്ഥത്തിലല്ല പറയുന്നത്. നിങ്ങൾ ചില സ്ഥലത്ത് അവഗണിക്കപ്പെട്ടു, പിന്നത്തെ അവിടെ അതേ സ്ഥലത്ത് നിങ്ങളെ ചിലർ കൂട്ടിക്കൊണ്ടുപോയി നിങ്ങളെ മാനിച്ചു, നിങ്ങളെ ഉയർത്തി. അതിനെ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ ഉയർത്തിയപ്പോഴും നിങ്ങളുടെ അകത്തെ ചിന്ത എന്നാ പറയുക, കണ്ടോ ഇവന്റെ മുമ്പിൽ തന്നെ കർത്താവിനെ മാനിച്ചല്ലോ, കണ്ടോടാ എന്നുള്ള മനോഭാവം നിങ്ങളിൽ ഒരിക്കലും ഉണ്ടാവരുത്. ഒരു കാരണവശാലും നിങ്ങളിൽ ആ ഒരു മനോഭാവം ഉണ്ടാവരുത്. ഒരു കാരണവശാലും ആ ഒരു മനോഭാവം നിങ്ങളെ ഹല്ലേലൂയ നിങ്ങളുടെ അഭിവൃദ്ധിക്ക് തടയിടുകയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ ഒരു മനുഷ്യനും നിങ്ങൾക്കെതിരെ നിൽക്കാൻ സാധ്യമല്ല. നിങ്ങളെക്കുറിച്ച് വേണേ അപവാദം പറഞ്ഞോട്ടെ, അനീതി നിങ്ങളോട് ചെയ്തോട്ടെ, നിങ്ങൾ പ്രതികരിക്കാൻ നിൽക്കേണ്ടത് നിങ്ങളോട് അനീതിയായിട്ട് പെരുമാറിക്കോട്ടെ, നിങ്ങളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്തോട്ടെ, നിങ്ങളെ താറടിച്ചോട്ടെ, അതൊരു കൂട്ടമായി കുടുംബമായി ദേശമായി ഒരുപക്ഷെ ഒരു കൂട്ടമായി ചെയ്യായിട്ട് ചേർന്ന് നിങ്ങൾക്കെതിരെ നിന്നോട്ടെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ദൈവം നിങ്ങൾക്ക് ഒരുക്കുന്ന മേശ എന്താണെന്നറിയാമോ? അവരുടെ മുമ്പിൽ നിങ്ങൾ സ്വസ്ഥതയോടുകൂടി നിൽക്കുന്നത്, അവരുടെ മുമ്പിൽ നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്, അവരുടെ മുമ്പിൽ അതൊന്നും മേശാത്തവരായിട്ട് നിൽക്കുന്നത്. അതിന് തക്കവണ്ണം പ്രതികരിക്കാൻ കഴിയാഞ്ഞതുകൊണ്ടല്ല, പ്രതികരിക്കാൻ സാധ്യതയുണ്ടായിട്ടും പ്രതികരിക്കാതെ നിങ്ങളുടെ മനസ്സിനെ സ്വസ്ഥതയോടെ നിർത്തുന്നില്ലേ, അതിന് പറയുന്ന പേരാണ് വിരുന്ന്. അതിന് പറയുന്ന പേരാണ് വിരുന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ചീറ്റ് ചെയ്തവർ കാണും, പച്ചയ്ക്ക് ചീറ്റ് ചെയ്തവർ കാണും, നിങ്ങളെ കളിയാക്കിയവർ കാണും, നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ കാണും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കഴിഞ്ഞ ദിവസം എനിക്ക്
ഇപ്പോഴും എന്റെ ഫോണിൽ ഒരു ടെസ്റ്റ് മണി വന്നിട്ടിരിക്കുക. ഒരു സഹോദരൻ ഒരു പ്രയാസത്തിൽ കൂടെ കടന്നുപോയി. അവൻ ചെയ്യാത്ത തെറ്റ് പറഞ്ഞ് അവന്റെ വീട്ടിൽ കയറി അവനെ ഉപദ്രവിച്ചു. അവൻ അങ്ങനത്തെ പ്രയാസം ഉണ്ടായി. അവന്റെ മാതാപിതാക്കളുടെ മുമ്പ് വെച്ചു. അവൻ മെസ്സേജ് ഇട്ടു. ഞാൻ പറഞ്ഞു, മോനെ നീ അത് മനസ്സിൽ വെക്കരുത്. ഇപ്പൊ അല്പം മുമ്പ് ഞാൻ ഈ മീറ്റിംഗിൽ വരുന്നത് തൊട്ടും അവന് കണ്ടിന്യൂസ് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഒരു വലിയ പ്രയാസമായിരുന്നു. ഞാൻ പറഞ്ഞു, മോനേടാ നീ കാര്യമായിട്ട് എടുക്കണം, നിങ്ങൾ ക്ഷമിച്ചേരെ. അവന് വല്ലാത്ത പ്രയാസമുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി. അവരൊരു കൂട്ടമായിട്ട് വന്നാണ് അവരെ വീട്ടിൽ വന്ന് അവനെ പ്രയാസപ്പെടുത്തിയത്. പക്ഷെ ഇന്ന് ഞാനോട് പറഞ്ഞു, മോനെ നീ അത് മനസ്സിലെടുക്കരുത്, നീ അത് വിട്ടേരെ. അവനൊരു കാര്യം ചെയ്തു. അച്ഛാ അത് എങ്ങനെ അച്ഛാ അത് സഹിക്കുന്നത്, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, അത് നീ വിട്ടേരെ, നിന്നെ ദൈവം നിന്നെ അനുഗ്രഹിക്കണം, നീ അത് മനസ്സിൽ നിന്ന് വിടും. അവനൊരു കാര്യം ചെയ്തു, അത് മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞു. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് അവൻ എവിടെയാണോ ലജ്ജിക്കപ്പെട്ടത് അവിടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത്, ഒരു പ്രധാനപ്പെട്ട നിലയിൽ അവനെ ദൈവം മാനിച്ചു. ഇന്ന് അതിന്റെ കാര്യങ്ങളെല്ലാം റെഡിയായി. അതിന്റെ മെസ്സേജ് അവൻ അയച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ അതുപോലെ അവരുടെ ജോലിയിൽ ഒരു പ്രയാസം ഉണ്ടായി. എന്നോട് പറഞ്ഞിങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ പോവുക. ഞാൻ പറഞ്ഞില്ല അത് തീരാനല്ല, അത് പ്രൊമോഷനാണ്. പ്രിയപ്പെട്ടവരെ, വിതിൻ 15 days എവിടുന്നാണോ ഏത് സ്ഥലത്തു നിന്നാണോ പറഞ്ഞു വിട്ടത് അവിടെ ഡബിൾ പ്രൊമോഷനോടുകൂടെ ജോലി തിരിച്ചു കയറി. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, മനസ്സിൽ തരി അളവ് പോലും, ഒരൽപ്പം പോലും നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? നിങ്ങൾ ക്ഷമിക്കും തോറും, നിങ്ങൾ ഹംബിളാകും തോറും നിങ്ങൾ വിട്ടികളാകുകയല്ല. നിങ്ങളുടെ ഉയർച്ചയ്ക്ക് നിങ്ങളൊരു കല്ലെടുത്തിടുക. അവിടെ ശത്രുക്കളുടെ മുമ്പേ ദൈവം മേശ ഒരുക്കും. അതുകൊണ്ട് അവന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം, അത് ഇത് കണ്ടോ, ദൈവം എന്നെ മാനിച്ച കണ്ടോ. യോശുവയുടെ അനുഭവത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം അവനെ അന്നു മുതൽ അവരുടെ മുമ്പിൽ വലിയവനാക്കി. യോശുവ തന്നെ പൊങ്ങിയില്ല, യോശുവ വലിയവനായില്ല, ദൈവം അവനെ ഉയർത്തി. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ നിങ്ങളെ തകർത്തവർ, ഇന്നിപ്പോ ഇത് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പല ചിന്തകൾ പോയേക്കാം. നിങ്ങളുടെ വസ്തുവില് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കിയവർ കണ്ടേക്കാം. സാമ്പത്തികമായിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തവർ കണ്ടേക്കാം. നിങ്ങളുടെ നിന്ന് പണം മേടിച്ചിട്ട് ഇപ്പൊ വെല്ലുവിളിക്കുന്നവർ കണ്ടേക്കാം. സ്വന്തം സഹോദരങ്ങൾ നിങ്ങളെ മുതലെടുത്തത് കണ്ടേക്കാം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ ഹെൽപ്പ് ചെയ്തവര് നിങ്ങൾക്ക് വിരോധമായി പ്രവർത്തിച്ചെന്ന് വന്നേക്കാം. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളുടെ ശത്രുക്കളെ പോലെ തിരിഞ്ഞു നിന്നെന്ന് വന്നേക്കാം. എന്താണെന്നറിയാവോ? അവരുടെ മുമ്പില് നിങ്ങൾക്ക് നല്ല കസരിട്ട് നല്ല മിഷ്ടാന ഭോജനം തന്ന് ബീഫും മട്ടനും ചിക്കനും കട്ട്ലറ്റും ഐസ്ക്രീമും. പ്രിയപ്പെട്ടവരെ, അത് ഭൗതികമായതാ, കുഴപ്പമൊന്നുമില്ല, നല്ല ഭക്ഷണം കഴിക്കാം. പക്ഷേ അതിനപ്പുറമായതൊന്നും സ്വസ്ഥത. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷം. എനിക്കറിയാമെന്നേ, ഇതിന്റെ എൻഡിലെത്തുമ്പോ ഇപ്പൊ ഞാൻ ഇച്ചിരി തലകുനിച്ച് നിൽക്കുക. ഇപ്പൊ എല്ലാവരുടെ മുമ്പില്, എന്റെ വീട്ടുകാരുടെ മുമ്പില്, എന്റെ നാട്ടുകാരുടെ മുമ്പില്, എന്റെ സമക്കാരുടെ മുമ്പില്, എന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പില്, എന്നെ അറിയാവുന്നവരുടെ മുമ്പില് എനിക്ക് അല്പം ഒരു താഴ്ച വന്നു. പക്ഷെ എനിക്കറിയാം എന്നെ മാനിക്കുന്ന ഒരു ദൈവം എന്റെ കൂടെ ഉണ്ട്. എന്റെ തല ഉയർത്തുന്ന ദൈവം എന്റെ കൂടെ ഉണ്ട്. കാരണം ഞാന് എന്റെ അയൽപക്കത്തോടെ ഒരാള് ഇറങ്ങാൻ പറഞ്ഞപ്പോ ഇറങ്ങിയതല്ല. പള്ളിയിലെ അച്ഛൻ ഇറങ്ങാൻ പറഞ്ഞപ്പോ ഇറങ്ങിയതല്ല. ഞങ്ങളുടെ പാസ്റ്റർ ഇറങ്ങാൻ പറഞ്ഞപ്പോ ഇറങ്ങിയതല്ലത്. വീട്ടിലെ അമ്മയും അപ്പനും കൂടെ നിർബന്ധിച്ചപ്പോ ഇറങ്ങിയതല്ലത്. ദൈവം വിളിച്ചതാണോ? ദൈവം വിളിച്ചിട്ട് ഇറങ്ങിയതാണോ? ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം, മനുഷ്യരെ നോക്കി നീ ഭാരപ്പെടരുത്. മനുഷ്യരുടെ അനീതി വചനം ഇങ്ങനെ പറയുന്നത്, അവൻ ദുഷ്ടന്റെ ദുഷ്ടത കണ്ട് നീ വ്യസനിക്കരുത്.
നിങ്ങളുടെ അകത്ത് എവിടെയെങ്കിലും വ്യക്തികളോടുള്ള ഭാരം നിങ്ങളുടെ അകത്തുണ്ടോ? നിങ്ങളെ മുറിപ്പെടുത്തിയവർ, നിങ്ങളെ തകർത്തവർ, ഇപ്പോഴും ഇന്നും നിങ്ങൾക്ക് വിരോധമായി ശബ്ദമുയർത്തുന്നവർ, നിങ്ങളുടെ അനുഗ്രഹത്തിന് ഇന്നും ഒരുപക്ഷെ നിങ്ങൾക്കൊരു മെസ്സേജ് വന്നു കാണും, ഇന്നും ഒരുപക്ഷെ നിങ്ങളൊരു ഫോൺ കോൾ വന്നു കാണും, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, കർത്താവ് ഒരുക്കുന്ന ഏറ്റവും വലിയ വിരുന്നതെന്നറിയാവും, അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. എന്റെ പാത്രം നിറഞ്ഞു കവിയുന്നു. Praise the Lord. എന്നെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്നെ തണുപ്പിക്കുന്നവൻ, എന്റെ പ്രാണനെ തണുപ്പിക്കുന്നവൻ, എന്റെ ഉള്ളില് വലിയ സ്വസ്ഥതയെ തരുന്നവൻ. Praise God. Hallelujah. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. ഇന്ന് പ്രിയപ്പെട്ടവർ, ഞാൻ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് ഓരോരുത്തരോടും കൂടെ എഗ്രി ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ എല്ലാ പ്രയാസവും മാറിപ്പോകട്ടെ. എന്താണെന്നറിയാം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. പിശാചിന്റെ പദ്ധതി ഒരു കാരണവശാലും നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്നാ അവൻ പറയുന്നത്. ചെറുപ്പം മുതൽ നിന്നെ ഞാൻ ടാർഗറ്റ് ചെയ്തതാ, നിന്നെ ഉയർത്താൻ വിടത്തില്ലെന്ന് പറഞ്ഞതാ. അപ്പോഴാണോ നീ സ്വഭാവം മാറി താഴ്മയുള്ള ആളായി നീ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി, നിന്റെ ശത്രുക്കളെ അനുഗ്രഹിക്കാൻ തുടങ്ങി? നിന്നെ കാണിച്ചു തരാം. അതവൻ പറഞ്ഞു നിന്റെ അകത്ത് വെറുപ്പും കയ്പും കുത്തി നിറയ്ക്കുമ്പോ, പ്രതികാരത്തിന്റെ ചിന്ത നിന്റെ അകത്ത് വരുമ്പോ ഇന്ന് പറയണം, ഇല്ലില്ലില്ല, എന്റെ മുൻപിൽ ഒരുക്കുന്ന മേശയുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. എന്റെ അകത്തൊരു പ്രത്യാശ തരികയാണ്, എന്റെ അകത്തൊരു ഉറപ്പ് തരികയാണ്. ഇല്ല, എനിക്കൊന്നിനും മുട്ടുവരത്തില്ല, എന്റെ അനുഗ്രഹത്തിന് മുട്ടുവരത്തില്ല, എന്റെ പേരിനും പ്രശസ്തിക്കും മാന്യതയ്ക്കും മുട്ടുവരത്തില്ല. യഹോവ എന്റെ ഇടയനാണ്, എനിക്കൊരു നന്മയ്ക്കും കുറവ് വരത്തില്ല, ഒരു അനുഗ്രഹത്തിനും കുറവ് വരത്തില്ല. ഞാൻ മാനിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കും. ഞാൻ വിളിക്കപ്പെട്ടത് എന്നെ അനുഗ്രഹിക്കപ്പെടാനായിട്ടാ. ഹൃദയത്തിൽ നിന്ന് അഭാരങ്ങൾ മാറിപ്പോകട്ടെ, ഹൃദയത്തിൽ നിന്ന് ആ മുറിവൊന്ന് ഉണങ്ങട്ടെ, ആ ഹൃദയത്തിൽ നിന്ന് എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ. ഇന്ന് രാത്രിയില് ഞാൻ ഈ വാക്ക് പറയുമ്പോൾ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണേ. ദൈവം ഇന്ന് രാത്രി നിങ്ങൾ ഇടപെടുന്നത് നിങ്ങളുടെ ശത്രുവിനെ പറിച്ചു മാറ്റാനല്ല, നിങ്ങളുടെ അകത്തുള്ള ശത്രുത്വത്തെ പറിച്ചു മാറ്റാനായിട്ട്. God is here to not to destroy your enemy, but destroy your enmity. God is near of you, not to destroy your enemy, but destroy your enmity, which is in you. നിങ്ങളുടെ അകത്തുനിന്ന് എടുത്തു കളയുമ്പോ ഞാനൊരു കാര്യം പറയാൻ പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ എത്ര പേര് കേൾക്കാൻ തയ്യാറുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഇന്ന് ചില ശത്രുക്കളോട്, നിങ്ങളെ പ്രയാസപ്പെടുത്തിയവരോ നിങ്ങളെ മുറിപ്പെടുത്തിയവരോട് നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ദിവസം വരും അവർ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ, അവർ നിങ്ങളുടെ മുൻപിൽ വന്ന് നിന്ന് നിങ്ങളുടെ സ്നേഹം അനുഭവിക്കുന്ന പോലെ, അന്ന് നിങ്ങൾ ഒരു ഭാരവുമില്ലാതെ, മനസ്സിൽ ഒരു കളങ്കവുമില്ലാതെ അവരെ സ്നേഹിക്കുന്ന ദിവസം വരും. ഞാൻ പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 5000 രൂപ ഒരാൾ പറ്റിച്ചുകൊണ്ട് പോയെന്നിരിക്കട്ടെ, അവനെന്ന് വെല്ലുവിളിക്കുക, ചോണ ഉണ്ടായി മേടിച്ചോടാന്ന് പറയുമ്പോ നിന്റെ അകത്ത് വീണ്ടും കയ്പ് കയറുന്നെങ്കിൽ ഹല്ലേലൂയ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ആമേൻ. നിനക്ക് ഒരുക്കപ്പെട്ട വലിയ അനുഗ്രഹത്തിൽ നിന്ന് പുറത്തു വരിക. ഹല്ലേലൂയ. പക്ഷെ നീ പറയണം, ഹല്ലേലൂയ, നീ വെല്ലുവിളിച്ചോ കുഴപ്പമില്ല, പക്ഷെ എനിക്കൊരു നല്ല പിതാവുണ്ട്. അവൻ ആരാണെന്നറിയാമോ? നീ 5000 രൂപ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയപ്പോ, ആമേൻ, ഹല്ലേലൂയ, അവൻ ലോകത്തിലുള്ള സകല സമ്പത്തിനും ഉടയവൻ എന്റെ കൂടുണ്ട്. അവന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ആമേൻ. തന്റെ ധനത്തിനൊത്തവണ്ണം എന്നെ മാനിക്കുന്നവനാ. ഞാൻ നിനക്ക് തന്നത് എന്റെ ധനത്തിനൊത്തവണ്ണമാ, നീ എന്നെ പറ്റിച്ചത് നിന്റെ ബുദ്ധിക്ക് തക്കവണ്ണമാ. പക്ഷെ എന്റെ അപ്പ എന്നെ മാനിക്കുന്നത് തന്റെ ധനത്തിന് തക്കവണ്ണമാ. ആ സീസണിലാണ് ഞാൻ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി, കർത്താവിന്റെ സ്നേഹത്തിൽ നിൽക്കുന്നത്
കർത്താവിന് വേണ്ടി പ്രതികരിക്കുന്നതിൽ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നതിൽ നമ്മുടെ ഉള്ളില് ഒരു തൽപ്പം പോലും, തരി പോലും ഹല്ലേലൂയ ഭാരമില്ലാതെ, തരി പോലും പ്രയാസമില്ലാതെ ഹൃദയത്തെ അങ്ങ് ഉരുക്കി ഏൽപ്പിച്ചു കൊടുക്കാമോ? പ്രിയപ്പെട്ട ഒരു വചനം എന്താ പറയുന്നറിയോ? ഹനനയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല, ഹോമയാഗത്തിൽ നിനക്ക് നീ ഇച്ഛിക്കുന്നതുമില്ല, പക്ഷെ ദൈവമേ നീ പ്രസാദിക്കുന്ന തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയം. അതേ കർത്താവേ, എനിക്കറിയാം, എനിക്ക് അവരുടെ വെറുപ്പ് തോന്നിപ്പോയി, എനിക്ക് അവരുടെ ഭയങ്കര കയ്പായിരുന്നു, അവർ നശിച്ചു കാണണമെന്നാണ് എന്റെ ഹൃദയത്തിലെ ആഗ്രഹം. പക്ഷെ അപ്പ എന്നോട് ക്ഷമിക്കണേ കർത്താവേ, എന്റെ ഹൃദയത്തിൽ നിന്ന് ആ എനിമിറ്റി എടുത്ത് മാറ്റണം. ആ എനിമിറ്റി പോയാലത്തെ ഗുണം എന്നാണെന്നറിയോ? 6-ാം വാക്യം വായിച്ച് ആ ശത്രു നിങ്ങളുടെ അകത്തുനിന്ന് മാറിപ്പോയാലത്തെ ഗുണം എന്താണെന്നറിയോ? 6-ാം വാക്യം, Psalms 23:6. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. என் ஜீவன நாளெல்லாம் நன்மையும் கிருபையும் என்னை தொடரும், நான் கர்த்தருடைய வீட்டிலே நீடித்த நாட்கள் நிலைத்திருப்பேன். അപ്പൊ ഞാൻ എവിടെ വസിക്കും? യഹോവയുടെ ആലയത്തിൽ. യഹോവയുടെ ആലയം ഏതാ? നമ്മളാ. അപ്പൊ അതിന്റെ അർത്ഥം എത്രേ ഉള്ളൂ? ആ എലിമിറ്റി എന്ന് മാറിപ്പോയാൽ ദീർഘായുസ. ഈ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഒരാളോട് എനിമിറ്റി തോന്നുമ്പോ, കയ്പും വെറുപ്പും തോന്നുമ്പോ, നിങ്ങൾ പോലും അറിയാതെ ഹല്ലേലൂയ നിങ്ങളുടെ ശരീരത്തിന്റെ ആയുസ്സിനെ കുറയ്ക്കുക, നിങ്ങളുടെ ബലത്തെ കുറയ്ക്കുക, നിങ്ങളുടെ തന്നെ നന്മയ്ക്ക് വിരോധമായി നിങ്ങൾ ചുവടുകൾ വെക്കുക. എന്നാലും രാത്രി എത്ര പേര് പറയും, ഇല്ല, ഞാനതിന് ചുമക്കാൻ റെഡിയല്ല, ഞാൻ ആ ഭാരത്തെ ചുമന്നുകൊണ്ട് നടക്കാൻ റെഡിയല്ല. എന്റെ അകത്ത് ക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞു കവിയട്ടെ, എന്റെ അകത്ത് ദൈവാത്മാവിന്റെ സ്നേഹം എന്റെ അകത്ത് നിറഞ്ഞു കവിയട്ടെ. ഞാനൊരു അനുഗ്രഹമായി തീരാനായിട്ട് വിളിക്കപ്പെട്ടവനാപ്പ. എന്റെ അകത്തുനിന്ന് ആ വെറുപ്പിനെ ഒന്ന് എടുത്തു കളയണേ അപ്പ. പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രിയില് മേശ ഒരുക്കുന്നവൻ എന്താ മേശ എന്നറിയോ? എന്റെ പ്രാണനെ തണുപ്പിക്കുക, എന്റെ പ്രാണനെ തണുപ്പിക്കുക. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ ഒരുത്തം പറ്റിച്ചുകൊണ്ട് പോയെങ്കിൽ ആ പറ്റിച്ച ലെവലിന് തിരിച്ചു മതി എന്നുണ്ടെങ്കിൽ നിങ്ങളെ പരമാവധി അവരോട് മസിൽ പിടിച്ചോ, കാര്യം നടക്കും. ആ നിങ്ങൾക്ക് ഉള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നടക്കും. പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങളെ പറ്റിച്ചുകൊണ്ട് പോയതിന് തക്കവണ്ണമല്ല, ദൈവത്തിന് തക്കവണ്ണം നിങ്ങൾ മാനിക്കപ്പെടണം നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ അകത്തുനിന്ന് ആ എനിമിറ്റി എടുത്തങ്ങ് വലിച്ചു കീറി കള. അത് പോട്ടെ. അത് നിങ്ങളുടെ ഹൃദയത്തെ വാടാൻ അവസരം കൊടുക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ അത് വാഴാൻ അവസരം കൊടുക്കരുത്. ഞങ്ങളുടെ നല്ല കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്തു. കർത്താവിന് അവരുടെ ഹൃദയത്തിനകത്ത് എവിടെങ്കിലും ആരോടെങ്കിലും ഒരു ശത്രുത കിടപ്പുണ്ടെങ്കിൽ, കർത്താവേ, നീ എന്റെ പുണ്യപിതാവേ, നീ ഇവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പാ, നീ അവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പാ. ആ സ്നേഹമാണല്ലോ അപ്പാ ഇന്ന് രാത്രി ദൂത് പറയിപ്പിച്ചത്. ആ ദൂത് അവരുടെ ജീവിതത്തിൽ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യപ്പെടട്ടെ. ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ അവരുടെ ഹാർട്ടിൽ ഉണ്ടാകട്ടെ. ഹൃദയത്തിൽ വലിയൊരു സമാധാനം ഉണ്ടാകട്ടെ, വലിയ ശാന്തത ഉണ്ടാകട്ടെ, വലിയ ശാന്തത ഉണ്ടാകട്ടെ. ഹൃദയം തണുക്കട്ടപ്പ. ആ വ്യക്തികളോട്, ചില സ്ഥാപനങ്ങളോട് അവിടെ അകത്ത് തോന്നിയ വെറുപ്പ്, കയ്പ്, ആ ഒരു ആമേൻ, മരിച്ചാലും മറക്കത്തില്ലെന്നൊക്കെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഉരുകി പോകട്ടപ്പ. ഈ ദിവസങ്ങൾ അവരെ അനുഗ്രഹിച്ചു നിർത്തുന്നതിനായി സ്തോത്രം. കുടുംബങ്ങളായ വ്യക്തികളായിട്ട് അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാണ് നിറയ്ക്കണം. സകല മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.